മലയാള സിനിമയിൽ തിയേറ്ററിൽ പരാജയപ്പെട്ടതിന് ശേഷം പിന്നീട് ഒരു കൾട്ട് സ്റ്റാറ്റസ് കിട്ടുകയും ഇപ്പോൾ ഒരു പടം ഇറങ്ങി 18 വർഷത്തിന് ശേഷവും അതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് ബിഗ് ബി. ഇന്ന് ബിലാലിന്റെ വരവിനായി വെയിറ്റ് ചെയ്യുന്ന പലരും അന്ന് ബിലാലിന്റെ ഈ നടത്തത്തെ ട്രോൾ ചെയ്തവരാണ്. ഇന്ന് പലരും പറയുന്ന ഈ പടത്തിലെ സ്റ്റൈലിഷ് മേക്കിംഗ് തന്നെയായിരുന്നു അന്ന് ഈ പടം പരാജയപ്പെടാനുള്ള ഒരു കാരണവും. ഒരു റിവഞ്ച് സ്റ്റോറി ആയിരുന്നു ഇത്. പക്ഷേ അതുവരെ മലയാളത്തിൽ വന്ന ഒരു രീതിയായിരുന്നില്ല ഇതിന്. ഒരു ശക്തനായ നായകനുണ്ട്, പക്ഷേ ഒരു ടിപ്പിക്കൽ മാസ് ക്യാരക്ടർ അല്ല. ഇതിലും ഡയലോഗ്സ് ഉണ്ട്, പക്ഷേ രഞ്ജിത്തിന്റെയോ രഞ്ജി പണിക്കരുടെയോ സിനിമകളിലെ പോലെ തീപ്പൊരു ഡയലോഗും അല്ല. അതുപോലെ തന്നെ ആക്ഷൻ സീനുകളും ഉണ്ട്, പക്ഷെ അതും ഇതുവരെ വന്ന മലയാള സിനിമയിൽ ഉള്ളതുപോലെ ആയിരുന്നില്ല. അങ്ങനെ ആകെ മൊത്തം ഒരു അൺയൂഷ്വൽ പരിപാടി. അതുപോലെ തന്നെ സ്ലോ മോഷൻ, നായകന്റെ ഇൻട്രോ മുതൽ ക്ലൈമാക്സ് സീൻ വരെ അതുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഒരു അൺയൂഷ്വൽ പരിപാടി. സോ ഈ അൺയൂഷ്വൽ തിങ്സ് തന്നെയാണ് അന്ന് പ്രേക്ഷകർ സ്വീകരിക്കാതെ പോയത്. അതുവരെ കാണാത്ത ആ പുതുമ പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അന്നത്തെ ആ സ്റ്റൈലിഷ് മേക്കിംഗ് പടം ഇറങ്ങിയ ടൈമിൽ അധികം ആർക്കും കണക്ട് ആയില്ല. അതായിരുന്നു കാരണം. പിന്നെ പടം ഇറങ്ങിയത് 2007 ഏപ്രിൽ 14 ആ മാസത്തിൽ തന്നെ ആയിരുന്നു ചോട്ടാ മുംബൈ ഇറങ്ങിയത്. സോ ഒരു കളർഫുൾ എന്റർടൈനർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ പ്രേക്ഷകരും ആ പടത്തിന് കയറി. അതുപോലെ തന്നെ ദിലീപ് സത്യനന്ദിക്കാട് കോംബോയിൽ വന്ന വിനോദയാത്രയും ആ മാസമായിരുന്നു. സോ ഫാമിലി ഓഡിയൻസ് ഒക്കെ ആ പടത്തിനും പോയി. സോ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ബിഗ് ബി വിജയമായില്ല. തിയേറ്ററിൽ അന്ന് വലിയ വിജയമായില്ലേലും പിന്നീട് DVD ഒക്കെ വന്നതിന് ശേഷം പടം കൂടുതൽ ആൾക്കാർ കാണുകയും സ്വീകരിക്കുകയും ചെയ്തു. 18 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഈ പടം കണ്ടാൽ പോലും നമുക്ക് ഇതിന്റെ മേക്കിംഗ് ഔട്ട്ഡേറ്റഡ് ആയി തോന്നില്ല. മലയാളത്തിൽ പുതിയൊരു മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടുവന്നതും അമൽ നിര എന്ന ബ്രാൻഡ് ഉണ്ടാകാൻ കാരണമായതും ഈ സിനിമയാണ്. ഫോർ ബ്രദേഴ്സ് എന്ന പടത്തിന്റെ ഒരു റീമേക്കാണ് ബിഗ് ബി. പക്ഷേ ബിഗ് ബിയിലോട്ട് വരുമ്പോഴത്തേക്കും മമ്മൂക്കയുടെ ക്യാരക്ടറിനെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് ആ പടം എടുത്തിരിക്കുന്നത്. അതുപോലെ ഫോർ ബ്രദേഴ്സിൽ നിന്ന് ബിഗ് ബിയിലോട്ട് വരുമ്പോഴത്തേക്കും മമ്മൂക്കയുടെ ക്യാരക്ടർ കുറച്ച് സൈലന്റും ഉപയോഗമുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ കരയാത്തൊരു നായകനാണ് മമ്മൂക്കയുടെ ബിലാൽ. എന്നാൽ ഫോർ ബ്രദേഴ്സിൽ അതങ്ങനെയല്ല. ബിഗ് ബിയിലെ പോലെ അത്രയ്ക്കും സ്ലോ മോഷൻ ഫോർ ബ്രദേഴ്സിൽ ഇല്ലായിരുന്നു. സോ പടം ഒരു റീമേക്ക് ആണെങ്കിലും ഒറിജിനലിൽ നിന്നും കുറച്ച് സ്റ്റൈലൊക്കെ ആഡ് ചെയ്താണ് അമൽ നീരദ് പടം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേത് സിനിമയാണ് ഇഷ്ടം? ഫോർ ബ്രദേഴ്സ് ആണോ ബിഗ് ബി ആണോ ഇഷ്ടം? നിങ്ങൾക്ക് ബിഗ് ബിയെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? അതും താഴെ കമന്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ഇനി എന്ത് വീഡിയോ വേണം എന്നുള്ള കാര്യവും താഴെ കമന്റ് ചെയ്യൂ.